ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പ്രൈസ് വളരെ ഹൈ എന്ന രീതിയിലോട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ട്രംപ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാകുന്ന ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ന്യൂസ് ആവട്ടെ നെഗറ്റീവ് ന്യൂസ് ആവട്ടെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. അതനുസരിച്ച് ക്രിപ്റ്റോയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേഷൻ ഉണ്ടായിരിക്കും, സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുമ്പാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റിൻ്റെ അകത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗൺ എന്ന രീതിയിൽ 78,423 പോയിട്ട് മാർക്കറ്റ് പെട്ടെന്ന് ഏകദേശം 95,200 USD റേഞ്ചിലോട്ട് പെട്ടെന്ന് ഏകദേശം മാറ്റം വന്നു. അതായത് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മൊത്തത്തിൽ ട്രെൻഡ് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് പോയത്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാത്രമേ ഹൈ ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഹൈ ആയിട്ടില്ല. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ അകത്ത് മാത്രം ട്രെൻഡ് ചേഞ്ച് ആയത്. പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ അകത്ത് വലിയ രീതി വേരിയേഷൻ വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസൊക്കെ ഏകദേശം ഹൈ എന്ന രീതിയിൽ നിന്ന് ഡൗൺ എന്ന ട്രെൻഡിലോട്ടാണ് മാറിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ എക്സ് ആർ പിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. എക്സ് ആർ പി ഡൗൺ എന്ന രീതിയിൽ വന്നിട്ടുള്ളത് 1.78 USD ആണ്. അതിനുശേഷം 3 USD വരെ പോയിട്ടുണ്ട്. എന്നാൽ കാർഡിനോ 100% ഹൈ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം 0.60, അതുപോലെ തന്നെ 0.55 ബൈ കിട്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ ഇപ്പം കാർഡിനോ എന്ന് പറയുന്നത് ഏകദേശം പ്രോഫിറ്റിലായിട്ടുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ എൻ്റെ 2-3 വീഡിയോസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ആവാൻ പുതിയ ഹൈ നോക്കി പോകാൻ സാധ്യതയുള്ള പ്രോജക്റ്റ് 1 XRP, 2 കാർഡിനോ, അടുത്തത് ലൈറ്റ് കോയിൻ, അടുത്തത് സൊളാന. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ കാർഡിനോ പുതിയ ഹൈ എന്ന രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല. ഏകദേശം $1.20 എന്ന രീതിയിലോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. നേരത്തെ ഏകദേശം $1.30 പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പം കാർഡിനോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 0.97 USD റേഞ്ചാണ് നിൽക്കുന്നത്. XRP എന്ന് പറയുന്നത് ഏകദേശം $3 വരെ പോയി. പക്ഷേ നേരത്തെ ടോപ്പ് ഹൈ എന്ന് പറയുന്നത് $3.40 അത് ബ്രേക്ക് ആയിട്ടില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഒരു ഹൈ 1 lakh എന്ന USD റേഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റ്, അതായത് നമ്മുടെ ലൈറ്റ് കോയിൻ, അതുപോലെ തന്നെ XRP, കാർഡിനോ, ഇങ്ങനത്തെ പ്രോജക്റ്റ്, പിന്നെ സൊളാന, ഈ പ്രോജക്റ്റ് പുതിയ ഹൈ പെട്ടെന്നാകുന്നതായിരിക്കും. മറ്റുള്ള ആൾട്ട് കോയിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഹൈ പെട്ടെന്ന് റീച്ച് ആകുന്നതായിരിക്കും. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 1 lakh USD പോവേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡൗൺ വൈസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൗൺ വൈസ് ആണെങ്കിൽ അത്ര വലിയ ഡൗൺ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും അതനുസരിച്ച് ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് മറ്റുള്ളത് അത്ര വലിയ രീതിയിലൊന്നും വേരിയേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ ബാറ്റ് ഏകദേശം അതേ സെയിം പൊസിഷനിൽ തന്നെയാണ്. ബാറ്റ്, EOS, അതുപോലെ തന്നെ ട്രോൺ ആവട്ടെ, EOS ആവട്ടെ, വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ അയോട്ട നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അയോട്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 0.20 റേഞ്ചിൽ നിന്നും പെട്ടെന്ന് ഏകദേശം 0.31, ഏകദേശം ഒരു 50% ഹൈ എന്ന രീതിയിലോട്ട് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, മുമ്പുള്ള വീഡിയോസിലെല്ലാം പറയുന്നത്. ചില പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ആവറേജ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ ചെയ്യുക. അതുപോലെ തന്നെ റിവാർഡ് എന്ന് പറയുന്നത് ഇനി കൂടുതലാണ്, റിസ്ക് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹെബ്ബാർ എന്ന് പറയുന്നത് 0.19, 0.18, 0.20 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന്. മറ്റുള്ള പ്രോജക്റ്റ് ഒന്നും വലിയ രീതിയിൽ തന്നെ വേരിയേഷൻ വന്നിട്ടില്ല. എന്നാൽ ക്രോൺസ് അല്ലെങ്കിൽ CR എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.87 ആണ്, 0.05 അതിൽ നിന്നാണ് ഇപ്പോൾ ഏകദേശം ഒരു 18-20% മാത്രമാണ് വേരിയേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ട ഏകദേശം 0.23 ആണ്, ഏകദേശം 0.30 വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടുമാണ് 0.23 നിൽക്കുന്നത്. മറ്റുള്ള പ്രോജക്റ്റ് വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. ഇനി അടുത്ത് നമ്മുടെ വെർജ് എന്ന് പറയുന്നത് ഏകദേശം
0.0060 ആ ഒരു റേഞ്ച് തന്നെയാണ്. 0.005 അതുപോലെ തന്നെ 0.010 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ ബിറ്റ്ഗെറ്റ് പ്രോജക്റ്റ് 12% മാത്രമാണ് ഹൈയിലോട്ട് പോയിട്ടുള്ളത്. ബിറ്റ്ഗെറ്റൊക്കെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്ഗെറ്റ് അതുപോലെ തന്നെ നമ്മുടെ കൂക്കോയിൻ്റെ പ്രോജക്റ്റ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സി ടി ഒക്കെ ലോങ് ടൈമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. നല്ല രീതിയിൽ റിട്ടേൺ വരുന്നതായിരിക്കും. CT ആണ് നമുക്ക് ആദ്യം പ്രോഫിറ്റ് വന്നത്. ഇനി ബിറ്റ് കോയിനിൽ എന്ത് സംഭവിക്കും എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിറ്റ് കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ബിറ്റ് കോയിനിൽ നല്ല രീതിയിൽ മാനിപ്പുലേഷൻ ഉണ്ടായിരിക്കും. ട്രംപാണ് അധികാരത്തിലുള്ളത്. നല്ല രീതിയിൽ മാനിപ്പുലേഷൻ കൂടുതൽ നാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് മുമ്പ് എലോൺ മാസ്ക് കൂടുതലായിട്ട് ഡോജി കോയിൻ്റെ അകത്ത് വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു ക്രിപ്റ്റോയ്ക്കകത്ത്. ഇപ്പോഴും പല ട്വീറ്റ് ചെയ്തതിൽ അത്ര വലിയ രീതിയിലോട്ട് എഫക്റ്റ് ആവുന്നില്ല. അതുപോലെ തന്നെയാണ് ട്രംപിനെ കുറച്ച് നാൾ കൂടി മാത്രമേ ഒരു എഫക്റ്റ് എന്ന രീതിയിലോട്ട് മാർക്കറ്റിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. അത് പോസിറ്റീവ് ന്യൂസ് ആവട്ടെ നെഗറ്റീവ് ന്യൂസ് ആവട്ടെ നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് മാത്രം പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ സൊളാന 124 പോയിട്ട് അടുത്ത് കണ്ടോ 180 എന്ന രീതിയിലോട്ട് പെട്ടെന്ന് മാർക്കറ്റ് വേരിയേഷൻ വന്നു. ഓക്കെ, ഷിബ അത്ര വലിയ രീതിയിലോട്ട് വേരിയേഷൻ വന്നിട്ടില്ല. ഷിബ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാം ലോങ് ടൈമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റുള്ള പ്രോജക്റ്റ് ഒന്നും മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ആൾട്ട് സീസൺ വരുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ ചെയ്യാം ലോങ് ടൈമിന് വേണ്ടിയിട്ട്. റിസ്ക്കും റിവാർഡും പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എന്ന് പറയുന്നത് 100 to 150% ആണ്. റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 200-300% വരെ ഇനി റിവാർഡ് പ്രതീക്ഷിക്കാം ഓരോ പ്രോജക്റ്റും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി എതീരിയം കണ്ടോ, എതീരിയം ഏകദേശം സ്ട്രോങ് സപ്പോർട്ട് പോയിന്റ് വന്നിട്ട് 2100 വന്നിട്ട് പെട്ടെന്ന് 2500 ഒരു $400 വ്യത്യാസത്തിലോട്ട് മാർക്കറ്റിൻ്റെ അകത്ത് വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. എതീരിയം ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ ഞാൻ വീഡിയോ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക. ഇനി പൈയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $1.60 ആയിട്ടുണ്ട്. മാർക്കറ്റ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൈയുടെ പ്രൈസ് വീണ്ടും ഡൗണിലോട്ട് പോകാനാണ് സാധ്യത. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം. എന്നാൽ കഴിഞ്ഞ വീഡിയോസ് 2 വീഡിയോ പൈയെക്കുറിച്ച് സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പോയിട്ട് വാച്ച് ചെയ്യുക. പൈയുടെ പ്രൈസ് ഇപ്പം ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർ റിസ്ക് എടുത്ത് ബൈ ചെയ്യുക. ഓക്കെ, ഇനി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെല് ചെയ്യാനുള്ള സ്ട്രാറ്റജി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പൈയുടെ ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 1.67 ആണ്. കണ്ടോ 1.67 ആണ്. ഏകദേശം $3 വരെ പോയിട്ടുണ്ടായിരുന്നു. 1.67 നിന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്ത ടൈം അടുത്ത് ഏകദേശം 100% ഹൈ എന്ന രീതി ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും പൈ ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് റിസ്ക് എടുത്തൊരു 10 അല്ലെങ്കിൽ 20 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബിറ്റ് കോയിൻ്റെ പ്രൈസ് പുതിയ ട്രെൻഡിലോട്ട് പോവുകയാണ്, ഹൈ എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൈയും അതേ സെയിം പൊസിഷനിൽ ഹൈ എന്ന രീതിയിലോട്ട് $10 ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഹിറ്റ് ആകുന്നതായിരിക്കും.